രാവിലെ ചായ കുടിക്കൽ കഴിഞ്ഞാലേ കുറച്ച് നേരം പുറത്തു കൂടെ നടക്കൂട്ടെ, എന്തെങ്കിലുമൊക്കെ നടാണ്ടെങ്കിലൊക്കെ. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിക്കും. അപ്പം ഞാനിവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, തവള വെള്ളത്തിൽ കിടക്കുന്ന നോക്കിയൊക്കെ വേണ്ട, മീനുണ്ടാക്കുന്ന മീനും കൊണ്ട ടാങ്കാണ്. ഇത് നോക്കി തവള കിടക്കുന്നു, അതിനെ പിടിച്ച് കളയണം. അപ്പോൾ ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ചെടി. അപ്പോൾ ഇവിടെ പറ്റില്ല അത് വളർത്താൻ, പന്തലിടാൻ. അപ്പോൾ ഞാനതിനെ പറിച്ചിട്ട് എന്താണെന്നറിയോ, അവിടെ കൊണ്ടുപോയി കുടിച്ചിട്ട് ആ റിങ്ങിൻ്റെ അവിടെ വെള്ളം പോണില്ലേ, എന്താ മറ്റേ കമ്പോസ്റ്റ് വളം പോണ കുഴിൻ്റെ അവിടെ വെച്ചാലേ നിറച്ചുണ്ടാവും. അപ്പോൾ ഞാനതിന് പറിക്കാൻ പോവുകയാണ്. ഇത് കുറേ ദിവസമായി പറിക്കണം വിചാരിക്കുന്നത്. കണ്ട ഇനി ഇത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് കേട്ടോ. നല്ലതാണ് ഇങ്ങനെ ഓരോന്ന് കാണുന്നതൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ രാവിലെ കുറച്ച് നേരം ഞാൻ അതിന് മെനക്കെടും. രാവിലെ എണീറ്റ് അതൊക്കെ തന്നെ പണി. ചായ കുടിക്കൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങും ഞാൻ. അല്ല പെരിച്ചാഴി കാട്ടിച്ച് നോക്കിയൊക്കെ മണ്ണ് മാന്തിയിട്ട് പെരിച്ചാഴി മണ്ണ് മാന്തിയിട്ട് ഇട്ടുക. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിട്ടാണ്ട വേസ്റ്റ് വെള്ളം വീണ വെള്ളം ഞാൻ പറഞ്ഞില്ലേ, കമ്പോസ്റ്റിൻ്റെ വെള്ളം വീണുണ്ടെന്ന്. അപ്പോൾ അവിടെ കുഴിച്ചിട്ടാലേ നിറയെ ഉണ്ടാവും. അപ്പോൾ അത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിക്കും. അപ്പം ഇത് കുഴിച്ചിട്ടാ എല്ലാം വള്ളി കയറിയിരിക്കണേ. ഇതാണ്ട വള്ളി അയക്കണം. ഇത് കുറേ ദിവസമായി. ഇപ്പം മഴ പെയ്യട്ടെ വെച്ചിട്ട് കുഴിച്ചിടാതിരിക്കുന്നു. അപ്പം ഒന്ന് കുഴിച്ചിട്ടെ ഏതായാലും. അതിന് ഞെടിപ്പം എന്താ പറയുക, ഫാഷൻ ഫ്രൂട്ടിനെ ഞെടി കൊടുക്കാനേ ഒരു കമ്പ് എടുത്തിട്ട് വരട്ടെ. ഇവിടെ ഉണ്ട് കമ്പ്, മരം വെട്ടിയിട്ടതേ. അപ്പോൾ അത് ഇട്ട് ഒരു കമ്പ് എടുത്തിട്ട് വന്നിട്ട് അതിനുണ്ട് വെച്ചാൽ മൂപ്പരുണ്ടായിക്കോളും. അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് നിറയെ കഴിക്കാമല്ലോ. അവിടെയൊക്കെ മരം വെട്ടിയിട്ട കമ്പുകൾ കണ്ട കിടക്കണം. കണ്ടോ, ഇതിനോട് വെച്ചാൽ ഞാൻ കുഴിച്ചിട്ട് കമ്പ് വെച്ചതാ. അത്രയും വലിയ വെള്ളി കയറിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടാവും ഫാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു. പയറിന് മണ്ണിട്ട് കൊടുക്കണം. എന്താണെന്നറിയോ, അത് ഞാനേ ഈ പയറൊക്കെ എന്താണെന്നറിയോ, ഞാൻ വെള്ളപ്പയറില്ലേ നമ്മളെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളപ്പയർ, അത് നട്ടതാണ് പയറിന് വേണ്ടി. അപ്പോൾ അതൊക്കെ വലുതായി ഇതാ കണ്ടോ ഉണ്ടായിക്കൊക്കെ മറിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാനതിന് ഇത്തിരി മണ്ണിട്ട് കൊടുക്കട്ടെ കേട്ടോ. കുറച്ച് മണ്ണെടുത്തിട്ട് ഇതിനൊക്കെ ഇട്ട് കൊടുക്കരുതാ. വഴുതിങ്ങ കണ്ട നിൽക്കണ വഴുതിങ്ങത പൂവിട്ട്. അപ്പോൾ മഴ പെയ്തപ്പോൾ ഉഷാറായി. ഞാൻ മണ്ണൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ. അപ്പോൾ ഇതിന് ഇത്തിരി മണ്ണിട്ട് കൊടുക്കട്ടെ കേട്ടോ. മണ്ണിട്ട് കൊടുക്കാൻ പോകും. പെരിച്ചാഴി അങ്ങനെ മാന്തിയിട്ടൊക്കെ അവിടെ കണ്ട മണ്ണ്. അപ്പോൾ എനിക്ക് ഇനി കളക്കേണ്ട ആവശ്യമില്ല. ഈ മണ്ണ് തന്നെ ഇട്ടിട്ട് ഇത് മതി. പയറിന് മണ്ണേ കളക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് എന്തായാലും പെരിച്ചാഴി എന്നെ സഹായിച്ചെന്നറിയോ. അതുകൊണ്ട് എനിക്ക് കളക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പം എത്ര മണ്ണ് കളക്കണം ഞാൻ. പെരിച്ചാഴി മണ്ണിട്ടാവുകൊണ്ടേ അതുകൊണ്ട് കുറേ മണ്ണ് കിട്ടി. എന്താ മണ്ണിട്ട് കൊടുത്തിട്ട് ഇതാ മണ്ണിടൽ കഴിഞ്ഞു കേട്ടോ. മണ്ണിടൽ കഴിഞ്ഞു. ഇനി അവരുണ്ടായിക്കോളും. ഇതാണ്ട് അതൊക്കെ തയ്യൽ വെച്ചതായിരുന്നു ഞാൻ. നമ്മളിങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ടാലേ രാവിലെ ഒരിത്തിരി നേരം നിൽക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചായപ്പൊടി കഴിഞ്ഞാൽ അതൊരു എക്സസൈസും ആവും ചെയ്ത് പണിയെടുക്കുമ്പോൾ. ആ വെയിലൊക്കെ കണ്ട് കൊണ്ട് രാവിലത്തെ ഒരു വെയിലും കൊള്ളാം. പോരാത്തത് അങ്ങനെയൊക്കെ മണ്ണിട്ട് കൊടുക്കുക ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് വിഷമില്ലാത്തതുണ്ട്. പഴുതിനൊക്കെ അതാ പൂടാൻ തുടങ്ങി. ഇതിന് കുറേ എണ്ണം കിട്ടിയത് കഴിഞ്ഞ കൊല്ലത്തെ 2 കൊല്ലം പഴക്കമുള്ളതാണ്. അപ്പോൾ അത് കുറ്റി വെട്ടി കളഞ്ഞു. എന്നിട്ട് കണ്ട കുറ്റി വെട്ടി കളഞ്ഞിട്ട് പിന്നെ അതിൽ അമച്ച് വന്നതാണ്. അപ്പോൾ അതിൽ നിറയെ പൂവിട്ടുണ്ട്, നല്ല പച്ച പഴുതിങ്ങ. അപ്പോൾ കുറച്ച് നേരം രാവിലെ ചായ കുടിക്കൽ കഴിഞ്ഞാൽ അതൊരു ഹോബിയാണ് നമുക്ക്. എന്താണെന്നറിയോ, അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്. വെയിൽ കൊള്ളും ചെയ്യുക, അതുപോലെ ശരീരത്തിനൊരു എക്സസൈസ് ആകും ചെയ്ത്. അപ്പം തന്നെ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ കേട്ടോ. ഇനി അടുക്കളയിൽ പണിയുണ്ട്. ചോറ് വെക്കണം, മീനുണ്ട് മേടിച്ചിട്ട്, മത്തി ചെറിയ കുഞ്ഞമത്തി കൊടുത്തിട്ടുണ്ട്, പുളി വെക്കണം, പിന്നെ എന്തെങ്കിലും ഉപ്പേരിക്ക് നോക്കണം. അങ്ങനെ ഇത് മല്ലിത്തലക്ക് വരെ ഉപയോഗിക്കുന്നതാണ്. നല്ല മല്ലിയുടെ മണമാണ്, മല്ലിത്തലയുടെ മണമാണ്. അതിൽ ഒരല ഇട്ടാൽ മതി. പക്ഷെ നിറയെ ഒരു തൈ വെച്ചത്. അപ്പോൾ നിറയെ ഉണ്ടാവും. അതിന് വിത്തൊന്നും കാണാനില്ല. തൈ നിറയെ മുളക്കുന്നുണ്ട്. അപ്പോൾ വിത്ത് പതർന്നുണ്ടാവും. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ.
എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും എനിക്ക് വേണം. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.